വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതെ, രാവിലത്തെ പരിപാടി എന്താ വെച്ചാല് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുക. വേറെ ഒന്നുമല്ല, ഇന്ന് നമ്മുടെ അങ്കുന്റെ സ്കൂളിലെ കുക്കിംഗ് കോമ്പറ്റീഷനാ. അപ്പൊ അവൻ പങ്കെടുക്കുന്നുണ്ട്. അതിനുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. നോ ഗ്യാസ് നോ നൈഫ. അതുകൊണ്ടാണ് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. അതായത് തീയും കത്തിയും ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുത്തു വിടാം. അതിനനുസരിച്ച് അവര് ഒന്ന് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. അവൻ സാൻഡ്വിച്ചാ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ചില്ലി ഗാർലിക് സോസും ബട്ടറും ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും പെരി പെരി മിക്സും കൂടെ മിക്സ് ചെയ്ത് ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു. പിന്നെ ടൊമാറ്റോ വട്ടത്തി കട്ട് ചെയ്തു, ഓണിയൻ വട്ടത്തി കട്ട് ചെയ്തു. പിന്നെ നമ്മുടെ ബ്രെഡ് കുറച്ച് നെയ്യിലൊന്ന് ടോസ്റ്റ് ചെയ്ത് അതും വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ നൈഫ് കൊണ്ടുപോകാം കേട്ടോ. ഇത് ബട്ടർ സ്പ്രെഡ് ചെയ്യുന്ന നൈഫാ. പിന്നെ അല്ലാതെ ഞാൻ 2 പ്ലേറ്റ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ചെറിയതും ഒരു വലുതും. കാരണം പ്രസന്റേഷനും വേണം, പിന്നെ ഇവൻ ഉണ്ടാക്കണമെങ്കിൽ ഒരു പ്ലേറ്റും കൂടെ വേണ്ടേ. പിന്നെ കുറച്ച് ടിഷ്യൂസും ഒക്കെ ആവശ്യമുള്ള സംഭവമല്ലേ. അപ്പോൾ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ ബുദ്ധിക്ക് എന്തൊക്കെയോ അവൻ പറഞ്ഞു തന്നിട്ടാട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ചെയ്യട്ടെ. പിന്നെ ഇത് എക്സ്ട്രാ 2 സ്പൂണും ഫോർക്കും എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 പീസ് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഷെഫ് എഴുന്നേറ്റ് വന്നിരുന്ന് വീണ്ടും ഉറങ്ങുക കേട്ടോ. അവൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് ഞാനിത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ പിള്ളേരുടെ ഒരു മെന്റൽ സ്ട്രെങ്തിനാണ് സ്കൂളുകാർ ഇതൊക്കെ ഒന്ന് എന്താ പറയുക പാർട്ടിസിപ്പേഷൻ ഒക്കെ പറയുന്നത്. കുക്കിങ്ങിന് പോണ്ടേ? വേണ്ടേ? പോണ്ടേടാ. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടമ്മ. അപ്പോൾ അതെല്ലാം പാക്ക് ചെയ്തു കേട്ടോ, സെപ്പറേറ്റ്. ഇന്നൊരു എക്സ്ട്രാ ഈ ബാഗും കൂടെ കൊടുത്തു വിടുന്നുണ്ട്. കാരണം നമ്മുടെ പ്ലേറ്റ്സും നാപ്കിൻസും ഒക്കെ വെക്കണ്ടേ. അങ്ങനെ സെറ്റ് ചെയ്തു. അങ്ങനെ അങ്കു കുക്കിംഗ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഫസ്റ്റ് കുക്കിംഗ് കോമ്പറ്റീഷൻ ആവണ്ട കേട്ടോ. അവന് താല്പര്യമുണ്ട് കുക്കിംഗ് ഒക്കെ. ചെറുതായിട്ട് ഓരോന്നൊക്കെ ചെയ്യും ഇവിടെ. നാരങ്ങ വെള്ളം പിഴിയുക, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ. ഈ പറയുന്ന ഗ്യാസ് കത്തിക്കുന്നതൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് മെല്ലെ മെല്ലെ ഇനി പഠിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാല് പാൽ കൊഴുക്കട്ടയാ. ഇത് നമ്മുടെ ഇടിയപ്പത്തിന്റെ പുഞ്ചപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ടല്ലോ നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്നത്. അത് ഞാൻ ഇടിയപ്പത്തിന്റെ മാവ് കുഴയ്ക്കുന്നത് പോലെ തന്നെ കുറച്ച് ഉപ്പിട്ട് ചൂടുവെള്ളത്തിൽ ഒന്ന് കുഴച്ചിട്ട് തിളച്ച വെള്ളത്തിലോട്ട് ചെറിയ ചെറിയ ഈ ഉരുളകളായിട്ട് ഒന്ന് വേവിച്ചിട്ട് അതിലേക്ക് നമ്മുടെ സാധാ പശുമ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കുറുക്കി ഒന്നെടുക്കാം. ഓൾറെഡി വെന്തതാണ്. ബാക്കി ഈ പാലിൽ കിടന്ന് നന്നായിട്ട് വെന്തോളും. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ശർക്കരപ്പൊടിയാ. ഇവിടുത്തെ ശർക്കരപ്പൊടിയാട്ടോ, ഉപ്പേ ഇല്ലാത്ത ശർക്കരപ്പൊടിയാ. ഇവിടെ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഈ ശർക്കരപ്പൊടിക്ക് ഒട്ടും ഉപ്പില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പാലിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇവര് പശുവും പാല് വെച്ചിട്ടാണ് ഇത് ശുദ്ധീകരിച്ചെടുക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചുണ്ണാമ്പ് വെച്ചിട്ടാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. മേ ബി അതുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിലെ ശർക്കര ഈ പാലിലൊക്കെ ഇട്ടാൽ പിരിഞ്ഞു പോകുന്നത്. പക്ഷേ ഇത് കുറച്ച് വെള്ള കളറായിരിക്കും. നമ്മുടെ നാട്ടിൽ നല്ല കറുത്ത കളറില്ലേ. ഇത് അങ്ങനെയല്ല, കുറച്ചൊരു ലൈറ്റ് കളറാണ്. എങ്കിലും പാലിട്ട പിരിഞ്ഞു പോകത്തില്ല. പഞ്ചസാരക്കാട്ടി എന്തുകൊണ്ടും ഹെൽത്തിയാണ്. അയണും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് നമ്മുടെ ശർക്കര. അപ്പോൾ കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്ത് മധുരത്തിന് ആവശ്യമായിട്ട് ഈ കളറ് നല്ലൊരു കളർ കിട്ടിയിട്ടില്ലേ. മൊത്തത്തെ പുഞ്ചപ്പൊടിയുടെ ശർക്കര പൊടിയുടെ ഇതൊന്ന് കുറുക്കി എടുക്കണം. നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിന്റെ മണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏലക്കാപ്പൊടിയോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കണം. സിമ്പിളാണ്. ഞാൻ ചൂടോടെ കഴിക്കുക. എനിക്ക് ചൂടോടാണ് എല്ലാ ഫുഡും ഇഷ്ടം. പിന്നെ ചിലർക്ക് തണുത്തത് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് അല്ലാതെ സിമ്പിളായിട്ട് തണുപ്പിച്ചും കഴിക്കാം. എനിക്ക് ചൂടോടെ കഴിക്കുന്ന ഇഷ്ടം. ഇത് നാക്കിൽ വെച്ചാൽ അലുത്തു പോകുന്ന ടേസ്റ്റാണ്. ശരിക്കും നമ്മുടെ വെള്ള പുട്ടുപൊടിയെക്കാട്ടി എനിക്ക് ഈ പുഞ്ചപ്പൊടിയുടെ ഈ പാൽക്കൊഴുക്കട്ടയാണ് കൂടുതൽ ഇഷ്ടം. ഇതിന് വേറൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാന്ന് വിചാരിക്കുന്നു. ഇത് നാക്കിലേക്ക് ആ ഒരു എന്താ പറയാ പാലിന്റെ അതുണ്ടല്ലോ, ദൈവമേ അത്ര ടേസ്റ്റാ. ട്രസ്റ്റ് മീ, ഞാൻ കള്ളം പറയല്ല, സത്യവാ. ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്താ വെച്ചാല് പെട്ടെന്ന് മഴയാ. നല്ല വെയിലായിരിക്കും. ആ നിമിഷം തന്നെ ഈ രീതിയിലൊരു മഴ അങ്ങ് പെയ്യും, ചാറി നിൽക്കും. പിന്നെ നല്ല വെയിൽ വരും. പിന്നെ മഴ പെയ്തയാന്ന് പോലും അറിയാത്ത രീതിയിലുള്ള ഒരു കാലാവസ്ഥയായിരിക്കും. എന്തായാലും ഈ ഒരു വർഷം ഇങ്ങനെയാണ്. അപ്പൊ ഈ വർഷത്തെ തണുപ്പിനി എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാൻ കൂടി വയ്യ. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട് എത്തിയിട്ടുണ്ട്. കറുവാച്ചത്തും കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇവിടുത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ കറുവാച്ചത്തായിരുന്നെന്ന്. ഇനി ദീപാവലി ക്ലീനിങ് ഒക്കെ കിടക്കുകയാണ്, ദീപാവലിക്ക് മുന്നേ. അപ്പൊ ഞാൻ ലഞ്ചിനായിട്ട് ചോറ് വെക്കുന്നുണ്ട്. ഇന്നിവിടെ നമ്മുടെ ടൗൺഷിപ്പിലെ സ്പ്രിംഗ് ഫെസ്റ്റ് ആട്ടോ. അപ്പൊ ഫുഡ് സ്റ്റോൾസും ആർട്ട് ക്രാഫ്റ്റ് ഒരു എക്സിബിഷൻ, ഒരു മിനി മേള പോലെ. അപ്പോൾ വൈകുന്നേരം ഞാൻ വിചാരിച്ചു എന്തായാലും പോകുന്ന വഴി അവിടെ നിന്ന് എന്തെങ്കിലും ഡിന്നറിന് ഫുഡ് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നേ ഉള്ളൂ. കാരണം വീടുകളിൽ നിന്ന് ആളുകൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സ്റ്റോൾസ് ആണ്. എനിക്ക് വേണമെങ്കിൽ എനിക്കും പങ്കെടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ മടിച്ച ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് പറ്റത്തില്ല. അപ്പം ഞാനൊരു സിമ്പിൾ ലഞ്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പച്ചപ്പപ്പായ ഇരിപ്പുണ്ടായിരുന്നു, കുറച്ച് ചെറുപയറും സ്പ്ലിറ്റഡ് ആണ്. പെട്ടെന്ന് അതൊന്ന്
ഒരു ഉടച്ചുകറി പോലെ വെച്ചു, തേങ്ങയൊക്കെ അരച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഇതേ കടുകും വറ്റൽമുളകും ഒക്കെ ഒന്ന് വറുത്തിട്ട് ഇനി സൈഡായിട്ട് ഒരു മുട്ട പൊരിച്ച് ചോറും ഇതേ ഉള്ളൂ, വലിയ ഗംഭീരമായിട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ ചെറിയൊരു ഡയറ്റിലാണെന്ന് നേരത്തെ അതിനായിട്ടൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ വ്ളോഗിൻ്റെ ബാക്കി ഞാൻ ഇടുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. നിനക്ക് ഫുഡൊന്നും തരാത്തോണ്ടാണോടാ പേനയുടെ മഷി എടുത്ത് കഴിക്കുന്നേ? പിന്നെന്തിനാ പേനയൊക്കെ എടുത്ത് ഉറിഞ്ചുന്നത്? വാ മുഴുവനൊക്കെ കറുത്ത മഷിയാടാ. പോയി നോക്ക് കണ്ണാടിയിൽ. ഞാൻ അറിയത്തില്ലെന്ന് വിചാരിച്ചോ? കണ്ടോ? വിഷവാ പേനയുടെ മഷി. ഇത്രയും വലുതായില്ലേ, പല്ലൊക്കെ പുഴുത്തു പോവും. ഈവനിങ് ഞാൻ പറഞ്ഞല്ലോ നമുക്കിവിടെ മേളയാണെന്ന്, ഒരു കുഞ്ഞു മേള കേട്ടോ. അപ്പോൾ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണും. അപ്പോൾ നമ്മളിന്ന് ഡിന്നർ ഇവിടെ നിന്നാണ് എന്തായാലും വാങ്ങുന്നത്. അപ്പോൾ അതേ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അങ്കുവിൻ്റെ 2 ഫ്രണ്ട്സാണ് ഇവിടുത്തെ കേട്ടോ, ട്വിൻ ബേബീസ് ആണ്. അവന് ഒത്തിരി ഇഷ്ടമായി കുഞ്ഞുങ്ങളെ. ഇതിലൊരു ട്വിൻ നല്ല ആക്റ്റീവാ, ഒരാൾ ഭയങ്കര സൈലന്റുവാ. നമ്മുടെ മേലയുടെ ഫസ്റ്റ് കൗണ്ടർ നമ്മുടെ ഫുഡ് കോർട്ടിൻ്റെ തന്നെ കേട്ടോ, നമ്മുടെ ടൗൺഷിപ്പ് മെസ്സിൻ്റെ. അവർ ചോലെ ഭട്ടൂര്, ദോശ, ജിലേബി അത് കൂപ്പൺ എടുത്ത് വാങ്ങിക്കാം. അങ്ങനെ ഇതേ നമ്മുടെ ടൗൺഷിപ്പിലെ ഫുഡ് സ്റ്റോൾസ് തുടങ്ങി. ഫസ്റ്റ് കാണുന്നത് ഹൈദരാബാദി ദം ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി കേട്ടോ. നമ്മൾ വാങ്ങുന്നുണ്ട് ഇത് പാഴ്സൽ. പിന്നെ രണ്ടാമത്തെ കൗണ്ടറിൽ മട്ടൺ ബിരിയാണി ആയിരുന്നു, പക്ഷെ അത് കഴിഞ്ഞു പോയായിരുന്നു. പിന്നെ വട, ഉഴുന്ന് വട, ഇത് സൗത്ത് ഇന്ത്യൻസിൻ്റെ ഓരോ സ്റ്റേറ്റ്സിൽ നിന്നുള്ളവരുടെയാണ് ഓരോ സ്റ്റോളുകൾ കേട്ടോ. ഇപ്പം ഞാൻ നിൽക്കുന്നത് തമിഴ്നാട് സ്റ്റേറ്റിൽ നിന്നുള്ളവരുടെ ഒരു കൗണ്ടറാണ്, ഒരു സ്റ്റോളാണ്. ദേ നമ്മുടെ ഉഴുന്നുവടയും ചട്നി, സാമ്പാർ, അതുകൂടാതെ അവർ മട്ടൺ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കഴിഞ്ഞു കേട്ടോ, അത് ഫിനിഷായെന്ന് പറഞ്ഞു. പിന്നെ അടുത്തത് വേറെ ഏതൊരു സ്റ്റേറ്റാണ്, ക്രിസ്പി ചിക്കൻ പക്കോടയും ചിക്കൻ 65ഉം എഗ്ഗിൻ്റെ സംഭവം. അപ്പോൾ അത് ഞാൻ അങ്കുവിന് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അവരിതേ ഇത് ഞാൻ പാഴ്സൽ ചെയ്യുന്നില്ല, അവൻ ഇവിടെ നിന്ന് തന്നെ കഴിക്കുക. പാഴ്സൽ ഞാൻ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബ്യൂട്ടീഷ്യൻ ഇല്ലേ, ഞാൻ ത്രെഡൊക്കെ ചെയ്യാൻ വന്ന ബ്യൂട്ടി പാർലറിലെ പുള്ളിക്കാരിയാണ്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ മുകളിലും പുള്ളിക്കാരിയും ദേ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാനിവിടുന്ന് ജസ്റ്റ് ക്ലിപ്പ് വാങ്ങിച്ചു. ഇതിനപ്പുറത്തോട്ട് നമ്മുടെ ഗ്രാമത്തിൽ നിന്നുള്ളവരുടെ കുറച്ച് എന്തോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ടൗൺഷിപ്പിലുള്ള തന്നെ ഒരു ലേഡിയാണ്, അവർക്ക് കുറച്ച് ക്രാഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇങ്ങനെ നമുക്ക് എന്താണോ കഴിവ് അതൊക്കെ നമുക്ക് പ്രദർശിപ്പിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. പിന്നെ അടുത്ത സ്റ്റോളും നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് വന്നവർ എന്തൊക്കെയോ ദീപാവലി ലൈറ്റ്സോ കാര്യങ്ങളോ ഒക്കെയാണ്. അതൊന്നും ഞാൻ കൂടുതൽ, എനിക്ക് ഡെക്കറേറ്റീവ് ഐറ്റംസിനോട് വലിയ താല്പര്യമില്ല, ജസ്റ്റ് ഒന്ന് നോക്കി ഞാൻ ദേ പോവാണ്. പിന്നെ ഇവിടെ തന്നെ ബൊട്ടിക്ക് നടത്തുന്നവരുണ്ട്, പേഴ്സുകൾ, ചെരുപ്പുകൾ, ഈ ജൂത്തീസ് എന്ന് ഇവിടെ പറയാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വിൽക്കുന്ന സ്റ്റോളുകളും. മെയിൻലി ഫുഡ് സ്റ്റോളുകളാണ് കൂടുതലും ഉള്ളത് കേട്ടോ. ഇത് വേഫേഴ്സ് പറയത്തില്ലേ, അങ്കുവിന് അത് വേണമെന്ന് പറഞ്ഞു. പിന്നെ അതും ഇവിടുന്ന് തന്നെ കഴിക്കാനായിട്ട് വാങ്ങിച്ചു. എന്തൊക്കെയോ ഫ്ലേവേഴ്സ് ആട്ടോ. ഇത് നമുക്കിവിടെ കേക്കൊക്കെ ഉണ്ടാക്കി തരുന്ന ലേഡിയാണ്, കേക്ക്സ്, കുക്കീസ് ഇതൊക്കെയാണ്. അടുത്ത കൗണ്ടറിൽ നല്ല തിരക്കായിരുന്നു. ആസ് യൂഷ്വൽ പാനിപൂരി കാര്യങ്ങളില്ലാതെ നോർത്ത് ഇന്ത്യ ഇല്ല, അവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് ഞാൻ കണ്ടത് കേട്ടോ. പാനിപൂരിയും ചാട്ടുകളും കാര്യങ്ങളൊക്കെ. അടുത്ത കൗണ്ടറിൽ പിസ്സാസ് ആണ്, ബ്രെഡ് പിസ്സ, കോണിന്റെയും ചിക്കന്റെയും ചീസ് എന്തൊക്കെയോ സംഭവങ്ങൾ. അപ്പോൾ അതൊരെണ്ണം ഞാൻ അങ്കുവിന് വാങ്ങി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്കുവിൻ്റെ രാത്രിയിലത്തെ ഡിന്നർ ഇവിടുന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ, അവൻ്റെ വയറ് നിറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞാൻ പാഴ്സലും വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഹോംലി ഫുഡ് ഉണ്ടാക്കി തരുന്ന ഒരു ലേഡിയാ, ഒറീസയെന്നാണ്, ഒറീസ ഫുഡ് സ്റ്റോളായിരുന്നു. പിന്നെ ഇത് ഗുജറാത്തി ഫുഡ് സ്റ്റോളാണ്. ഇവർക്കൊരു സംഭവമുണ്ട്, തേപ്ല എന്ന് പറയുന്ന ഒരു സംഭവം. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അത് ഗുജറാത്തീസിൻ്റെ ഒരു നല്ലൊരു ഡിഷാണ്. ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ പാഴ്സല് വാങ്ങി. അങ്കു അവൻ്റെ ഫ്രണ്ട്സുമായിട്ട് കളിക്കുക. ഒരാൾ നല്ല സ്മാർട്ടാട്ടോ, ഒരാൾ ഭയങ്കര സൈലന്റ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. എന്തായാലും അങ്കുവിൻ്റെ വയറ് നിറഞ്ഞു, കുറച്ച് കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്. എനിക്കും രാക്കേക്കും കഴിക്കണ്ടേ, ഞാൻ അവിടെ നിന്ന് കഴിച്ചില്ല, രാക്കയായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചതേ പാഴ്സല് വാങ്ങി. ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ട്, നമ്മുടെ ഉഴുന്നുവടയുണ്ട് തമിഴ്നാട് സ്റ്റോളിൽ നിന്ന്. പിന്നെ എന്തൊക്കെയോ സംഭവങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. ഇനി വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.